ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് എത്ര ഐസ്ക്രീം കിട്ടിയാലും മതിയാകത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് എന്നും പോയി വാങ്ങി കഴിക്കുന്നതിനേയും കാട്ടി വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റിയാൽ അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലും ഈ ഒരു കോൺ ഐസ്ക്രീം പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പം എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആൾറെഡി കോണിൻ്റെ ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ പാല് വാങ്ങിക്കുന്ന പാക്കറ്റ് കവറായാലും മതി. അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു നമ്മൾ പരിപ്പുകളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറായാലും മതി. അതിനെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എൻ്റെ ഭാഗം ഒന്ന് ഉരുക്കിയെടുത്താലും മതിയാകും. അപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ഓറിയോയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റിൻ്റെ ആവശ്യമില്ല, ഒരു പാക്കറ്റ് മതി. ഒരു പാക്കറ്റിൽ നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ മതിയാകും. പിന്നെ 2 ഇതേപോലെ 10ൻ്റെ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡയറി മിൽക്ക് ഡാർക്ക് ചോക്ലേറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറി മിൽക്ക് 2 എണ്ണം എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡയറി മിൽക്കും കൂടെ, അതായത് ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കോണിൻ്റെ ഇത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ പഞ്ചസാര കുറച്ച് പൊടിച്ചത് എടുത്തിട്ടുണ്ട്, അല്പം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്ക് മാത്രം യൂസ് ചെയ്താൽ മതിയാകും. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് ചൂടുവെള്ളം ഒന്ന് തിളപ്പിച്ച് എടുക്കാം. നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒന്ന് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളം റെഡിയാക്കി എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിലോട്ട് ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് 2 കവറിലായിട്ട് നമുക്ക് ഒരു ഡയറി മിൽക്കിൻ്റെ പകുതി ആദ്യം ഈ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റും കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡയറി മിൽക്കിൻ്റെ പകുതിയും വൈറ്റ് ചോക്ലേറ്റും അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ 4 കോൺ ഐസ്ക്രീമാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പം 4ലും ഇതേപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം 4ഉം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളത്തിലിട്ടൊന്ന് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് ഈ ചോക്ലേറ്റ് എല്ലാം ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതിയാകും. പക്ഷേ അതാകുമ്പോൾ നമ്മൾ പിന്നെ സ്പൂൺ വെച്ച് കോരി ഒഴിച്ച് നമുക്ക് ആ പൈപ്പിംഗ് ബാഗിൽ എല്ലാ ഭാഗത്തും എത്തിക്കണം. ഇതാകുമ്പോൾ എളുപ്പമാണ്. നമ്മൾ ചോക്ലേറ്റ് ആദ്യം ഇട്ടിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതിയാകും. പെട്ടെന്ന് തന്നെ ഒരു 3 മിനിറ്റ് കഴിയുമ്പം തന്നെ നമുക്ക് അതൊന്ന് ഉരുകി കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആ ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ്സിൽ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പൈപ്പിംഗ് ബാഗ് ഒന്ന് അതിലൊന്ന് ഇറക്കി വെച്ചാൽ മതിയാകും. പെട്ടെന്ന് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഉരുകി കിട്ടും. ആദ്യത്തേത് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ 2 പൈപ്പിംഗ് ബാഗിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി 2 എണ്ണവും കൂടെ നമുക്ക് ആ ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലയോ വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് എടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് നല്ലൊരു കോണിൻ്റെ ഷേപ്പിൽ എല്ലാ ഭാഗത്തും ഒന്ന് കിട്ടും. നമുക്ക് എത്ര വലിപ്പമാണ് കോണിന് ആവശ്യമായിട്ടുള്ളത് ആ രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ തിന്നാക്കാൻ പാടില്ല. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിൽ ഒന്ന് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഗ്ലാസ്സിൽ വെച്ച് ഒന്ന് ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ തന്നെ, അത് വെളിയിൽ തന്നെ വെച്ചാലും മതിയാകും. ഫ്രിഡ്ജിലാകുമ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ചോക്ലേറ്റ് ഒന്ന് സെറ്റായി ആ കോണിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതും ഒന്ന് കോണിൻ്റെ ഷേപ്പിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.
കോണെല്ലാം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് സെറ്റാവുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമിലോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐസ്ക്രീം ആയതുകൊണ്ട് കുറച്ച് മധുരം അധികമായിട്ട് ഇരുന്നാൽ നമ്മൾ ആ ഐസായി കിട്ടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ആൾറെഡി വിപ്പിംഗ് ക്രീം മധുരം ഉള്ളതാണ് എങ്കിൽ കൂടി ഒരല്പം പഞ്ചസാരയും കൂടെ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കൂടുതൽ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ കൂടുതൽ തിക്കായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ലൂസ് മാറി ഒരു തിക്കാവുന്നവരൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പാക്കറ്റ് വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് അതും കൂടെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം അതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് അടിഭാഗം എൻ്റെ ഭാഗം ഒന്ന് കുറച്ച് കട്ടിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം ബിസ്ക്കറ്റിൻ്റെ പൊടി നമ്മൾ തോനെയും നല്ല രീതിയിൽ പൊടിച്ചല്ലല്ലോ ഇട്ടിട്ടുള്ളത്, ചെറിയ ചെറിയ തരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് നല്ല കട്ടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് എൻ്റെ ഭാഗം ഒന്ന് കുറച്ച് കനത്തിലൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പം ഞാൻ വിപ്പിംഗ് ക്രീമെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഐസ്ക്രീമിൻ്റെ കോണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ആ പൈപ്പിംഗ് ബാഗിൽ നിറച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഈ ഓരോ കോണിലോട്ടും നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 4ലും വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചൊന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ജെംസിൻ്റെ ചോക്ലേറ്റും ടോപ്പിലായിട്ടൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതൊന്ന് കുറഞ്ഞത് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ ഹൈയിൽ വെച്ചൊന്ന് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ 1 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ആ കോണ് പൊട്ടാതെ വേണം കിട്ടാൻ, അതാണ് നമ്മളുടെ ഒരു ടാസ്ക്. അപ്പോൾ നമ്മൾ കത്രി വെച്ച് ഒന്ന് ഈ പൈപ്പിംഗ് ബാഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് സ്പീഡിന് വലിച്ച് എടുക്കാൻ പാടില്ല, എന്നാൽ പൊട്ടിപ്പോവും. ഇതേപോലെ പതുക്കെ ഒന്ന് ആദ്യം സിസർ വെച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് കീറി എടുക്കാം. ഇപ്പം നമ്മളുടെ കോൺ ഐസ്ക്രീം ഞാൻ ഇളക്കി മാഷാല്ലാ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം പേടിച്ചാണ് ഇത് ഓപ്പൺ ആക്കിയത്. കാരണം ഞാൻ ട്രൈ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഒരു പ്രാവശ്യം പോലും ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല. നിങ്ങൾ വീഡിയോ ചെയ്ത ഈ ഒരു സമയത്ത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. സക്സസ് ആയാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വീണ്ടും പിന്നെ ട്രൈ ചെയ്യാം, അങ്ങനെ വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ചോക്ലേറ്റ് ഒന്നും പൊട്ടിപ്പോയില്ല. നല്ല കറക്റ്റ് ആ ഒരു കോണിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടി. ഭയങ്കര സന്തോഷമായി, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ മക്കൾക്ക് ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച ഐസ്ക്രീം ആയാലും നമുക്ക് ആ കോണിൽ ഒഴിച്ച് ഇട്ട് കൊടുത്ത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ കോൺ ഉണ്ടാക്കണം, അതാണ് ടാസ്ക്. അതൊരു കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്, കാരണം ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് നല്ല കറക്റ്റ് തിക്കായിട്ട് കൂടുതൽ പിന്നെ എന്താ പറയണ ഒരു നൈസായിട്ട് സ്ലിമ്മായിട്ട് നമ്മൾ അതെടുക്കരുത്, കുറച്ച് കട്ടിയായിട്ട് നമ്മൾ എടുത്താൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ ഞാൻ രണ്ടാമത്തത് പൊട്ടിച്ചപ്പോൾ ഒരു കുറച്ചൊക്കെ ചോക്ലേറ്റ് ക്രാക്കായി കവറിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാം. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മക്കൾക്കും വീട്ടിൽ തന്നെ ഇതേപോലെ കോൺ ഐസ്ക്രീം റെഡിയാക്കി കൊടുക്കണം. ഒത്തിരി ഇഷ്ടപ്പെടും. ഈ ചൂടത്ത് എന്തായാലും ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.